പാലക്കാട്ടെ അവസ്ഥ കൂടി പറയൂ. പാലക്കാട് എന്താണ് കലാശക്കൊട്ടിന്റെ സാഹചര്യം? പാലക്കാട്ടെ ആവേശം അതെങ്ങനെയാണ്? ഹാഷ്മി, മൂന്ന് മുന്നണികളും ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ത്രികോണ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സംസ്ഥാനത്തെ നിരവധി മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാടും. നമുക്കറിയാം, വിജയരാഘവൻ എന്ന CPM-ന്റെ മുതിർന്ന നേതാവിനെ തന്നെ, പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെയാണ് ഇവിടെ അവർ മത്സരത്തിന് ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ, C കൃഷ്ണകുമാർ, ഈ മൂന്ന് പേരും പാലക്കാടുമായി അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ്. എക്സിറ്റ് പോളുകളൊക്കെ ഇങ്ങനെ മാറി 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 വരികയാണ്. ഒരു ക്ഷമിക്കണം, ഈ പ്രീ പോളിലൊക്കെ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പോളിൽ വിജയരാഘവൻ മത്സരിക്കുന്നു പറയുമ്പോൾ മറ്റൊരു പോളിൽ VK ശ്രീകണ്ഠൻ എന്നാണ് പറയുന്നത്. അതായത് അത്രമേൽ ശക്തമാണ് പോരാട്ടം. ആര് വിജയിച്ചാലും അത് വലിയ ഭൂരിപക്ഷത്തിലായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമേ ആര് വിജയിക്കുകയാണെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ BJP മണ്ഡലത്തിൽ പിടിക്കുന്ന വോട്ടുകൾ അത് നിർണായകമായിരിക്കും. BJP-യുടെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, അദ്ദേഹത്തിന് വേണ്ടി പ്രധാനമന്ത്രി തന്നെ ഇവിടെ എത്തി പ്രചരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. LDF-ന് വേണ്ടിയാണെങ്കിൽ പിണറായി വിജയൻ, സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കൾ പ്രചരണത്തിനെത്തിയിട്ടുണ്ട്. VK ശ്രീകണ്ഠന് വേണ്ടി രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ ഞാനുള്ള ഈ കോട്ട മൈതാനത്തെത്തി പ്രചരണം നയിച്ചിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപിടിച്ച പ്രചരണമാണ് ഈ ദിവസങ്ങളിൽ അത്രയും നടന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാലക്കാടിന്റെ കൊടും ചൂടിനെ അവഗണിച്ചുകൊണ്ടും രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം ഇങ്ങനെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പല മണ്ഡലങ്ങളിലും പ്രചരണം ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികൾ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുവരെ എത്താത്ത ബൂത്തുകളിലൊക്കെ ആളുകളെ നേരിട്ടെത്തി കാണുന്ന നിശബ്ദ പ്രചരണത്തിന്റെ ദിവസങ്ങളിൽ എങ്ങനെയാണോ കാഴ്ച, ആ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ പാലക്കാട് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും പര്യടനങ്ങൾ തുടരുകയാണ്, അവർക്കുള്ള സ്വീകരണങ്ങൾ തുടരുകയാണ്. കാരണം മത്സരം അത്രമേൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രചരണം നടത്തിയാലേ കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും നാളെ വൈകിട്ട് വരെ ഈ പ്രചരണം ഇങ്ങനെ ശക്തമായി തന്നെ തുടരും. കൊണ്ടുപിടിച്ച പ്രചരണം തന്നെ തുടരും. അതിനുശേഷം സ്ഥാനാർത്ഥികൾക്ക് ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. അപ്പോഴും ഇതേ ഒരു അന്തരീക്ഷം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം അത്ര ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടമാണ്. എന്ത് വില കൊടുത്തും ഈ സീറ്റ് തിരിച്ചു പിടിച്ചേ മതിയാകൂ എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെയാണ് വിജയരാഘവനെ തന്നെ അവർ കളത്തിലിറക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അത് തങ്ങളെ ബാധിക്കില്ല എന്ന് UDF ക്യാമ്പും കരുതുന്നു. ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് BJP-യും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ആവേശവും അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ് ഹാഷ്മി.